നമ്മുടെ കിച്ചൺ എത്ര ചെറുതായാലും വലുതായാലും നല്ല വൃത്തിയോടെയൊക്കെ ഇരിക്കണമെന്നാണ് ഒരു 90% വീട്ടമ്മമാരുടെയും ആഗ്രഹം അല്ലേ? ഓരോ പ്രാവശ്യത്തെയും കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പരമാവധി വീട്ടമ്മമാർ നല്ല വൃത്തിയാക്കി നമ്മുടെ കിച്ചൺ ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ വിട്ടുപോകുന്ന, അതായത് നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട് നമ്മുടെ കിച്ചണിൽ ക്ലീൻ ആക്കാനായിട്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെയൊക്കെ ഒരുപാട് ബാക്ടീരിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നന്നായിട്ട് ക്ലീൻ ആക്കിയാലേ നമ്മുടെ കിച്ചൺ ഹൈജീനിക് ആയിട്ടും ഇരിക്കുകയുള്ളൂ. ഇതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ക്ലീൻ ആക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഗ്യാസ് സ്റ്റൗ നമ്മൾ ഡെയിലി കുക്കിംഗ് കഴിഞ്ഞിട്ട് ഓരോ തവണയും ക്ലീൻ ആക്കി ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്താണേലും വിടാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഗ്യാസ് സ്റ്റൗവിൻ്റെ ടോപ്പ് മാത്രമല്ല, ഇതുപോലെ ആ താഴ്വശം ഒക്കെ നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് ഗ്യാസ് സ്റ്റൗ പൊക്കി കൊടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു ക്ലീനിങ് സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഈ ബാക്ക് വശമൊക്കെ ഇല്ലേ, അവിടെയൊക്കെ നമ്മളിങ്ങനെ കുക്കറിലൊക്കെ ഓരോന്ന് വയ്ക്കുമ്പോഴത്തേക്കും തെറിച്ച് അങ്ങനെയൊക്കെ ഒരുപാട് ഓയിലിൻ്റെ അംശമൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഇതുപോലെ ഒരു സൊല്യൂഷൻ സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കാനായിട്ട് ശ്രമിക്കുക. വിനാഗിരിയും ഡിഷ് വാഷ് ലിക്വിഡും ഡെറ്റോളും കൂടിയാണ് ഞാൻ ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു ക്ലീനിങ് സൊല്യൂഷൻ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് കിച്ചണിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് ഇതുപോലെ ഏതായാലും നമ്മൾ സ്റ്റൗ ഒക്കെ ക്ലീൻ ചെയ്യും. ടോപ്പ് ക്ലീൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇതുപോലെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ആ താഴ്വശവും ഇതുപോലെ തന്നെ ബാക്കും ഒക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നല്ല നീറ്റായിട്ടിരിക്കും. ഒരുപാട് തിളച്ച് അടിയൻ്റെ ഒക്കെ നമുക്ക് ഇതിൻ്റെ താഴ്വശത്ത് കാണാം. അതൊന്നും നമ്മൾ കാണാതെ പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൗവും നല്ല ഹൈജീനിക് ആയിട്ടിരിക്കുകയും ചെയ്യും. ഇനി സെക്കൻഡ് വന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് വിട്ടുപോകുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ സിങ്കിൻ്റെ, അതായത് സിങ്കിൻ്റെയും ഇതുപോലെ തന്നെ എഡ്ജസ് വരുന്ന ഭാഗങ്ങളും ടാപ്പുകളുമാണ്. നമ്മൾ സിങ്ക് ഇതുപോലെ എപ്പോഴും 2-3 പ്രാവശ്യമൊക്കെ ഡെയിലി ക്ലീൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ സിങ്കിൻ്റെ സൈഡ് ആ എഡ്ജ് വരുന്നിടവില്ലേ, അവിടവും അതുപോലെ തന്നെ നമ്മൾ ടാപ്പുകളും നന്നായിട്ട് ഇതുപോലെ തന്നെ ഈ ബ്രഷ് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ ടൈല് ചേർന്ന് വരുന്ന ഈ ഒരു ഭാഗമില്ലേ, അതും നമ്മൾ ഇതുപോലെ തന്നെ ബ്രഷ് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ആയി കിടക്കും. അവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റില്ല, പായൽ പോലെയൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് വീട്ടമ്മമാർ പ്രത്യേകിച്ച്. കാര്യം പറഞ്ഞാൽ നിസ്സാരമാണെന്ന് തോന്നുന്നു, എന്നാലും ഇതുപോലുള്ള ചെറിയ ചെറിയ ഏരിയകളൊക്കെ നമ്മൾ കാണാതെ ശ്രദ്ധിക്കാതെ പോകുന്ന ഇതുപോലുള്ള ഏരിയകളൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ കിച്ചൺ ഒരു പരിധിവരെ നന്നായി ക്ലീനായി കിടക്കും. അതുപോലെ തന്നെ നമ്മൾ ഫ്ലോറൊക്കെ എപ്പോഴും ക്ലീൻ ചെയ്യുന്ന വേസ്റ്റൊക്കെ നമ്മളെപ്പോഴും എടുത്ത് കളയുകയൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും തന്നെ യൂസ് ചെയ്യുന്നൊരു കാര്യമാണ് നമ്മൾ മിക്സി. അപ്പോൾ മിക്സി ജാറൊക്കെ നമ്മൾ നന്നായിട്ട് എപ്പോഴും അരച്ചതിന് ശേഷം അതൊക്കെ നമ്മൾ വാഷ് ചെയ്തൊക്കെ വെക്കും. എന്നാൽ ഇതുപോലെ ഈ മിക്സി നമ്മളൊന്ന് എടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ മിക്കപ്പോഴും മറന്നു പോകും. ഒരു 2 ദിവസം കൂടുമ്പോഴാണെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്താൽ മിക്സി നല്ല പുതിയതായിട്ടിരിക്കും. ഈ മിക്സി ഇപ്പോൾ ഒരു 5-6 വർഷത്തോളം ആയതാണ്. ഇപ്പോഴും നല്ല പുതിയതുപോലെയാണ് ഇരിക്കുന്നത്. ഞാൻ ഇതുപോലെയൊക്കെ 2 ദിവസം കൂടുമ്പം ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. മിക്സിയൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് എടുത്തിട്ട് വെള്ളത്തിൻ്റെ നേരെ കാണിച്ച് അങ്ങനെ വാഷ് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഒരു DIY സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഇതുപോലെ നല്ലൊരു ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് ക്ലീൻ ചെയ്ത് വിടുകയാണെങ്കിൽ മിക്സിയൊക്കെ നല്ല പുതിയതായിട്ടിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു കോഡും ഒക്കെ നമ്മൾ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. ഇതിപ്പം ഞാൻ മിക്സി പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ എയർ ഫ്രയറൊക്കെ ഇപ്പം മിക്ക വീട്ടിലും ഉണ്ടല്ലോ, എയർ ഫ്രയറോ അതുപോലെ തന്നെ ഓവനോ അതുപോലെ തന്നെ ജ്യൂസറോ കാര്യങ്ങളോ ഒക്കെ ഇതുപോലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ ഇരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഐറ്റംസും പുതിയതായിട്ടും അതുപോലെ തന്നെ കേടാകാതെയൊക്കെ ഇരിക്കുന്നത്. ഇനി നാലാമതായിട്ട് നമ്മൾ വിട്ടുപോകുന്ന ഒരു ഏരിയയാണ് കിച്ചൺ കൗണ്ടർ ടോപ്പിൻ്റെയൊക്കെ കോർണറുകൾ. അതിപ്പം ഫ്ലോർ ആയാലും കോർണറൊക്കെ ചേർത്ത് നമ്മൾ ക്ലീൻ ആക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതിപ്പോൾ ഡെയിലി വേണമെന്നില്ല, ആഴ്ചയിൽ ഒരിക്കലൊക്കെ ആണെങ്കിലും ഒരു സൊല്യൂഷൻ സ്പ്രേ ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്താൽ ധാരാളം ഈ 8 വലയൊക്കെ ഇല്ലേ, ചുക്കുലി വല, അത് കാര്യങ്ങൾ പൊടി അങ്ങനെയുള്ളതൊക്കെ കാണും. അതുകൊണ്ട് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയുള്ള കോർണർ ഒക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ടൊന്ന് ക്ലീൻ ആക്കാനായിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമ്മൾ 5ാമതായിട്ട് വിട്ടുപോകുന്നൊരു ഏരിയ എന്ന് പറയുന്നത് ഇതുപോലെ കൗണ്ടർ ടോപ്പിൻ്റെ നേരെ ഈ താഴ്വശലി എഡ്ജസ്, അതാണ് നമ്മൾ വിട്ടുപോകുന്നത്. അതും നമ്മൾ ഈ ഒരു സൊല്യൂഷൻ തന്നെ സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കുകയാണ് കേട്ടോ. ഇതും ഇതുപോലെ തന്നെ ഒരു 2-3 ദിവസം കൂടുമ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പ് എപ്പോഴും ക്ലീൻ ചെയ്ത് വിടുന്നതല്ലേ, ആ കൂടെ തന്നെ 2-3 ദിവസം കൂടുമ്പോൾ ഇതുപോലെ ഈ എഡ്ജസും കൂടെ ഒന്ന് ഈ ടൈല് ചേർന്ന് വരുന്ന ഈ എഡ്ജസ് ഇല്ലേ, അവിടെ അങ്ങോട്ടൊന്ന് ക്ലീൻ ചെയ്ത് വിടുകയാണെങ്കിൽ അതിൻ്റെ ആ താഴ്വശത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ചെളിയൊക്കെ കാണും. അതിപ്പോൾ ഇച്ചിരി ഭാഗം മാത്രമല്ല, നമ്മളിപ്പോൾ ഈ കൗണ്ടർ ടോപ്പിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയും, അതായത് എൻ്റെ ഈ ഒരു കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് L ഷേപ്പിലാണ്. അപ്പോൾ ആ ഒരറ്റം തുടങ്ങി മറ്റേ അറ്റം വരെ അങ്ങനെ വേണം നമ്മൾ ക്ലീൻ ചെയ്ത് വിടാനായിട്ട്. അല്ലാതെ ഇച്ചിരി വശം മാത്രമല്ല, ചെയ്യുമ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് ചെയ്ത് വിടുക. 1 മിനിറ്റത്തെ കാര്യമുള്ളൂ ഇതൊക്കെ.
നമ്മളിങ്ങനെയൊക്കെ ഒന്ന് ചെയ്തിട്ട് നോക്കുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് മനസ്സിലാകുന്നത്. അത്രയ്ക്കും നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ നമ്മുടെ കിച്ചണൊക്കെ ക്ലീൻ ആകും. ഇനി ആറാമതായിട്ട് നമ്മൾ മിക്ക വീട്ടമ്മമാരും വിട്ടുപോകുന്ന ഒരു ഏരിയയാണ് നമ്മുടെ ഈ ഒരു സ്റ്റൗ ടോപ്പിൻ്റെ തൊട്ട് താഴ്വശം. അതുപോലെ തന്നെ നമ്മൾ കറി കാര്യങ്ങൾ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഫുഡ് ഐറ്റം ഒക്കെ വെച്ചിരിക്കുന്നതിൻ്റെ നേരെ താഴെയുള്ള ആ ഒരു കുറച്ച് ഏരിയ കബോർഡില്ലേ, അത് നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് വിട്ടുപോകും. അതും ഈ പറഞ്ഞ പോലെ ആഴ്ചയിൽ ഒരു ദിവസമാണെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്ത് വിടുകയാണെങ്കിൽ നമുക്ക് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പം അതിൻ്റെ റിസൾട്ട് നമുക്ക് തന്നെ നല്ലൊരു ഹാപ്പിനെസ്സും കിട്ടും. അതുപോലെ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും ഇത്രയും നന്നായിട്ട് കിച്ചണൊക്കെ ക്ലീനായി കിടക്കുമ്പോൾ. ഇതൊക്കെ ഞാൻ ആ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തന്നെയാണ് ക്ലീൻ ആക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇതുപോലൊരു സൊല്യൂഷൻ നമ്മൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കിച്ചൺ ക്ലീനിങ്ങിന് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് നമ്മൾ കൗണ്ടർ ടോപ്പിൻ്റെ താഴെ ഇതുപോലെ കബോർഡുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് വിടാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ നമ്മൾ കൗണ്ടർ ടോപ്പും ഫ്ലോറും ഒക്കെ മാത്രം ക്ലീൻ ചെയ്തുകൊണ്ട് മാത്രം നമ്മുടെ കിച്ചൺ ക്ലീൻ ആയെന്ന് വരില്ല. ഇതുപോലുള്ള കാര്യങ്ങളും കൂടെ പുറത്തുനിന്ന് ഒരാൾ വന്ന് കാണുമ്പോഴാണ് അത് ശ്രദ്ധിക്കുന്നത്. ഇനി ഏഴാമത്തെ പോയിന്റ്, നമ്മൾ മിക്കവാറും വിട്ടുപോകുന്നൊരു കാര്യമാണ് നമ്മുടെ സ്റ്റൗവിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ജനലുകളൊക്കെ ഉണ്ടെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കലാണെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റൗവിൽ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് കുക്കറിലൊക്കെ എന്തെങ്കിലും നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു പ്രഷർ വരുമ്പോഴത്തേക്കും കൂടുതലും ലീക്കായി പുറത്തേക്ക് വരുന്നത് ഈ ജനലിലേക്കൊക്കെ തെറിച്ച് ഇതാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ജനൽ നമ്മൾ പ്രത്യേകിച്ച് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്യണം. ആഴ്ചയിൽ ഒരിക്കലൊക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല. ഇപ്പം നിങ്ങൾ ഓർക്കും ആഴ്ചയിൽ ഒരിക്കൽ എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്യുകയാണെന്ന്. ആഴ്ചയിൽ ഒരിക്കൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ആഴ്ചയിൽ ഒരു ദിവസം ഇപ്പോൾ ബുധനാഴ്ച ചെയ്യാം, ചൊവ്വാഴ്ച ചെയ്യാം, അല്ലെങ്കിൽ വ്യാഴാഴ്ച ചെയ്യാം. അങ്ങനെ ഏതെങ്കിലും നമുക്ക് സൗകര്യമുള്ള ദിവസം ആഴ്ചയിൽ ഒരു ദിവസം ഇതിനു വേണ്ടി മാറ്റിവെക്കുക. എല്ലാം കൂടെ ഒരു ദിവസം ചെയ്യേണ്ട. ഇപ്പോൾ കൗണ്ടർ ടോപ്പിൻ്റെ ആ ഒരു അഡ്ജസ്റ്റ് നമുക്കിപ്പം ചൊവ്വാഴ്ചയാണെങ്കിൽ ജനൽ ബുധനാഴ്ച ചെയ്യാം. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി എട്ടാമതായിട്ട് നമ്മൾ വിട്ടുപോകുന്നൊരു ഏരിയയാണ്, പ്രത്യേകിച്ച് നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ നേരെ ആ സൈഡിലുള്ള കോർണറിലെ ആ കോർണറിൽ എന്തൊക്കെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു കോർണർ സ്റ്റാൻഡാണ് ഇരുന്നത്, അതൊന്ന് മാറ്റി കൊടുത്തിട്ട് നമ്മൾ ഇതൊരു 2-3 ദിവസം കൂടുമ്പോൾ ചെയ്യണം കേട്ടോ. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഗ്യാസ് സ്റ്റൗവിൽ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൽ നിന്നുള്ള എന്തെങ്കിലുമൊക്കെ അവിടെ വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് കൗണ്ടർ ടോപ്പ് ചെയ്യുന്ന കൂട്ടത്തിൽ ഡെയിലി വേണമെങ്കിൽ ചെയ്യാം. എന്നാൽ എല്ലാവർക്കും ഇപ്പോൾ പറ്റിയെന്ന് വരില്ല. ആരോഗ്യം അവനവൻ്റെ സമയം ഒക്കെ കുറവുകൊണ്ട് നമുക്ക് അങ്ങനെ എന്നും പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവാതെ നമ്മൾ 2-3 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഒന്നിങ്ങനെ പറയുന്നത്. ഇനി 9ാമത്തെ പോയിന്റ് നമ്മൾ വിട്ടുപോകുന്ന, നമ്മൾ ഓരോ കാര്യങ്ങളും കുക്ക് ചെയ്യാനായിട്ട് ഓരോരോ പൊടികൾ കാര്യങ്ങൾ ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ അപ്പം തന്നെ തിരിച്ചങ്ങ് വെക്കാതെ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഇത് നമുക്ക് എന്നും വേണേൽ ചെയ്യാം. കാരണം നമ്മൾ ഓരോന്നും എടുക്കുമ്പോൾ അപ്പം തന്നെ നമ്മൾ ഓരോന്നും അങ്ങ് വൈപ്പ് ചെയ്ത് വിടുകയാണെങ്കിൽ ബോട്ടിലുകളൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ടിരിക്കും. അതുപോലെ തന്നെ കബോർഡും നന്നായിട്ട് ക്ലീൻ ആയിട്ടിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് എന്തായാലും നമ്മൾ കുറച്ച് സമയമൊക്കെ ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്ത് തന്നെ നിൽക്കും. അപ്പോൾ ഓരോന്നും എടുക്കുമ്പം അന്നേരം തന്നെ നമ്മളൊരു ക്ലീനിങ് ക്ലോത്ത് വെച്ചിട്ട് അങ്ങ് വൈപ്പ് ചെയ്ത് വിട്ടാൽ മതി. ഇതിന് മാത്രം സമയമൊന്നും വേണ്ട. ഇതിന് എന്തായാലും നമ്മൾ ഓരോന്നും എടുക്കുമ്പോഴത്തേക്ക് തിരിച്ചു വെക്കുമ്പോൾ എന്തായാലും പൊടികളൊക്കെ കുറച്ചൊക്കെ നമ്മുടെ കബോർഡിലൊക്കെ ചാടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊന്ന് വൈപ്പ് ചെയ്ത് വിടുന്നത് വളരെ നല്ലതാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ കിച്ചൺ എത്രയും ക്ലീൻ ആയിട്ടിരിക്കുന്നത് നമുക്ക് അത്രയും നല്ലതാണ്. മറ്റുള്ളവർ പുറത്തുനിന്ന് ഒന്ന് കാണുമ്പോഴും അതുപോലെ തന്നെ നമുക്ക് തന്നെ കാണുമ്പോഴും. ഇപ്പോൾ ചെറിയ സ്റ്റാൻഡിലൊക്കെയാണ് നമ്മളിങ്ങനെ പൊടികളൊക്കെ വെച്ചിരിക്കുന്നെങ്കിൽ അതാണേലും നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് വിട്ടാൽ മതി, നല്ല ക്ലീൻ ആയിട്ടിരിക്കും. ഇനിയിപ്പോൾ 10ാമത്തെ നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് വിട്ടുപോകുന്നൊരു ഏരിയയാണ്, നമ്മൾ എന്നും യൂസ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഫ്രിഡ്ജ് എന്ന് പറയുന്നത്. എന്നാൽ ഈ ഫ്രിഡ്ജിൻ്റെ പുറമേ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് മിക്കവാറും വിട്ടുപോകുന്നൊരു കാര്യമാണ്. കാര്യം നമ്മൾ തുറക്കുന്നു, അതിൽ നിന്ന് ഓരോന്ന് എടുക്കുന്നു, എന്നിട്ട് നമ്മൾ തിരിച്ചു വെക്കുന്നു, അല്ലെങ്കിൽ എടുത്ത് യൂസ് ചെയ്യുന്നു. നമ്മൾ ഇതുപോലൊരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്കൊന്ന് എന്നും ഒന്ന് വൈപ്പ് ചെയ്ത് വിട്ടാൽ നല്ല ഭംഗിയായിട്ടിരിക്കും ഫ്രിഡ്ജ്. നമ്മൾ കാര്യം ഫ്രിഡ്ജിൻ്റെ ഉൾവശമൊക്കെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചാടിയാലൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ഓർക്കും. എന്നാൽ പുറം വശം നമ്മൾ അങ്ങനെ ഓർക്കാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വീട്ടമ്മമാർ ശ്രദ്ധിക്കുകയാണെങ്കിൽ കിച്ചൺ എപ്പോഴും ക്ലീൻ ആയിട്ട് കിടക്കും. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം. ബൈ.